നമസ്തേ. നീറ്റ് 2025 എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള നീറ്റ് 2025 കർണാടകയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പുതിയതായി കർണാടകത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് പുതിയതായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. ഓൾറെഡി CET 2025 രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ നീറ്റിന്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പരും എൻട്രി ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കാത്തലിസ്റ്റ് വിഭാഗത്തിൽ RC 8 കാറ്റഗറിയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരും സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം എന്നിവയുമായി നേരിട്ട് വെരിഫിക്കേഷനുമായി പോകേണ്ട ഡേറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ NRI സീറ്റിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് NRI ഡോക്യുമെന്റ്സുമായിട്ട് വെരിഫിക്കേഷന് പോകേണ്ട നോട്ടിഫിക്കേഷനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 4 നോട്ടിഫിക്കേഷനുകളാണ് ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്തത്. ഒന്ന്, പുതിയതായിട്ട് കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക്, ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് നീറ്റിൻ്റെ റോൾ നമ്പർ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ചെല്ലേണ്ടതായിട്ട്, NRI സീറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും NRI ഡോക്യുമെൻസുമായിട്ട് നേരിട്ട് ചെല്ലേണ്ടതായിട്ട്, ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ, CET 2025 ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ 5-ാം തീയതി, 6, 7, 8 തീയതികൾക്കുള്ളിൽ CET ഓൺലൈൻ KEAയുടെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പരും എൻട്രി ചെയ്യേണ്ടതാണ്. എന്നിട്ട് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യണം. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട RC 2, RC 8 വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 9 അല്ലെങ്കിൽ 10-ാം തീയതി എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട്, ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡോക്യുമെൻസുമായിട്ട് നേരിട്ട് വെരിഫിക്കേഷന് വേണ്ടി ബാംഗ്ലൂരിൽ എത്തേണ്ടതാണ്. 9 അല്ലെങ്കിൽ 10 തീയതികളിൽ NRI ഡോക്യുമെൻസുമായിട്ട് റാങ്കിനനുസരിച്ച് ആദ്യത്തെ 40,000 റാങ്ക് വരെ, പിന്നെ അതിനുശേഷം അങ്ങനെ 8, 9, 10 തീയതികളിലാണ് കർണാടകത്തിൽ വെരിഫിക്കേഷന് വേണ്ടി എത്തേണ്ടത്. കർണാടകത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ MBBS, BDS അതുപോലെ NRI വിഭാഗത്തിനൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നത് ഇതുവരെ CETക്ക് അപേക്ഷിക്കാത്തവർക്ക് 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ KEAയുടെ വെബ്സൈറ്റിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യാനും, അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ നീറ്റിൻ്റെ റോൾ നമ്പർ എൻട്രി ചെയ്യുക, സർട്ടിഫിക്കറ്റ് വേണ്ടികൾക്ക് നേരിട്ട് കർണാടകത്തിൽ എത്തുക എന്നീ കാര്യങ്ങളും 7, 8, 9, 10 തീയതികളിൽ പൂർത്തിയാക്കേണ്ടതാണ്. നീറ്റ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ശിവൻ, പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നിങ്ങൾ KEAയിൽ കർണാടകത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് നോക്കി നിങ്ങളുടെ സാധ്യതകൾ വിലയിരുത്തുക. കർണാടകത്തിൽ ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഈ സൈറ്റ് വഴി യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. കർണാടകത്തിലെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ വന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളുടെയും, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെയും നീറ്റ് അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് വിചാരിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.